വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി അടിമുടി മാറാൻ പോവുകയാണ്. ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും എല്ലാ തൊഴിലാളികളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് തന്നെ മാറ്റം വരികയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നായിരിക്കും പുതിയ പേര്. ഗ്രാമീണ തൊഴിൽ പരിപാടി പ്രകാരം തൊഴിൽ ചെലവിന്റെ പൂർണ്ണ കേന്ദ്ര ബാധ്യതയും മെറ്റീരിയൽ ചെലവിന്റെ 75% ബാധ്യതയും എന്ന നിലവിലെ മാനദണ്ഡത്തിന് വിരുദ്ധമായി ഫണ്ടിംഗ് രീതി 60% കേന്ദ്രവും 40% സംസ്ഥാനവുമായിരിക്കും. 2047 വികസിത് ഭാരതിന്റെ ദേശീയ ദർശനവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഗ്രാമീണ വികസന ചട്ടക്കൂട് സ്ഥാപിക്കുക. ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ വേതന തൊഴിൽ എന്ന നിയമപരമായ ഉറപ്പ് നൽകുക. പ്രായപൂർത്തിയായ അംഗങ്ങൾ അവിദഗ്ധ കായിക ജോലികൾ ഏറ്റെടുക്കുക. സമ്പന്നവും സ്ഥിരതയുള്ളതുമായ ഒരു ഗ്രാമീണ ഭാരതത്തിനായി ശാക്തീകരണം, വളർച്ച, ഒത്തുചേരൽ, സാച്ചുറേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ഒരു പുതിയ ബില്ല് ലക്ഷ്യം വെക്കുന്നത്. പുതിയ ബിൽ 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി 125 ദിവസമായി ഉയർത്താൻ നിർദ്ദേശിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വേതന നിരക്കുകൾ പ്രഖ്യാപിക്കേണ്ടതാണെങ്കിലും നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വേതനത്തെക്കാൾ കുറവായിരിക്കാൻ പാടില്ല. വേതനം ആഴ്ചയിലോ പരമാവധി 15 ദിവസത്തിനുള്ളിലോ നൽകണം. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ല എങ്കിൽ സംസ്ഥാനങ്ങൾ തൊഴിലില്ലായ്മ വേതനം നൽകണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റം കാർഷിക സീസണുകളിൽ ഒരു ജോലിയും അനുവദിക്കില്ല എന്നതാണ്. വിതയ്ക്കൽ, വിളവെടുപ്പ് കാലയളവുകൾ ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ വർഷത്തിൽ 60 ദിവസം വരെ വിജ്ഞാപനം ചെയ്യണം. കർഷകർക്ക് തൊഴിലാളി ക്ഷാമം തടയുകയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിൽ വിപണികളെ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ജലസുരക്ഷ, ചെക്ക് ഡാമുകൾ, കുളങ്ങൾ, ഭൂഗർഭജല റീചാർജ്, ജലസേചനം, വനവൽക്കരണം, പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ശുചിത്വം, സോളാർ വിളക്കുകൾ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, സംഭരണം, വിപണികൾ, സ്വയം സഹായ സംഘങ്ങളുടെ കെട്ടിടങ്ങൾ, ക്ഷീര കർഷകർ, മത്സ്യബന്ധനം, കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ, കാലാവസ്ഥയും ദുരന്ത പ്രതിരോധവും, വെള്ളപ്പൊക്ക സംരക്ഷണം, സൈക്ലോൺ ഷെൽട്ടറുകൾ, അണക്കെട്ടുകൾ, അഗ്നിശമന മാനേജ്മെന്റ്, തൊഴിലാളികളുടെ ബയോമെട്രിക് പ്രാമാണീകരണം, ജിയോ ടാഗ് ചെയ്ത വർക്ക് സൈറ്റുകൾ, ഡിജിറ്റൽ മാസ്റ്റർ റോളുകൾ അതായത് ഇ മസ്റ്ററുകൾ, തത്സമയ ഡാഷ്ബോർഡുകൾ, പ്രതിവാര പൊതു വെളിപ്പെടുത്തലുകൾ, AI അടിസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് അപകട സാധ്യത ലഘൂകരണം, ഗ്രാമസഭകളുടെ നിർബന്ധിത സോഷ്യൽ ഓഡിറ്റുകൾ എന്നിവയിലൂടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ വളരെ കർശനമായ നിരീക്ഷണവും ബിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഗ്രാമീണ ദാരിദ്ര്യം കുറയ്ക്കുക, ഗ്രാമീണ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ, ഗ്രാമങ്ങളിൽ സുസ്ഥിരമായ ആസ്തികൾ സൃഷ്ടിക്കുക എന്നിവയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിന്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.